ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ ടെല്ലവീവിലെ ആസ്ഥാനത്തേക്ക് ഹിസ്ബുള്ള റോക്കറ്റ് അയച്ചു. ഇസ്രയേൽ അത് തടഞ്ഞു. പക്ഷേ അത്തരത്തിൽ ഈ തലസ്ഥാനത്തേക്കൊരു ആക്രമണം നടത്തുന്നത് ഇത് ആദ്യമാണെന്ന് ഇസ്രയേൽ പറയുന്നുണ്ട്. അപ്പോൾ സൈനികരെയൊക്കെ ഇസ്രയേൽ പിൻവലിക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം ലെബനനിലേക്ക് ഒരു കരയുദ്ധം നടത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണെന്ന് പറയാമോ? നമുക്കങ്ങനെ വേണം കരുതാൻ. കാരണം ആദ്യം ഇപ്പോൾ ഇവർക്ക് രണ്ട് ശത്രുക്കളാണല്ലോ ഉള്ളത് ഇസ്രായേലിന്. ഒന്ന് ഈ നുഴഞ്ഞു കയറിയിട്ട് ഇസ്രായേലിനകത്തും അല്ലെങ്കിൽ ഇസ്രായേൽ വ്യാപകമായി സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഫലസ്തീൻ മണ്ണിലും അവർക്കുള്ള ശത്രുക്കൾ ഇപ്പോൾ ഹമാസ് മാത്രമാണ്. അപ്പോൾ ഹമാസിനെ വകവരുത്താനുള്ള ആഭ്യന്തരമായ എല്ലാ നടപടികളും അവർ പൂർത്തിയാക്കുന്നുണ്ട്. ഹമാസിനെ തെരഞ്ഞുപിടിച്ച് എവിടെയൊക്കെയാണോ ഒളിച്ചിരിക്കുന്നത് ആ ഒളിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ സാധാരണക്കാരാണ്, ആശുപത്രികളാണെങ്കിൽ രോഗികളാണ്, നഗരത്തിലാണെങ്കിൽ സാധാരണ മനുഷ്യരാണ്. അതാരാണെന്ന് നോക്കാതെ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഹമാസിനെ തിരക്കി എവിടെയും ഏത് നേരത്തും മാരകായുധങ്ങൾ പ്രയോഗിക്കും, സർവനാശം ഞങ്ങൾ വിതക്കും, ജീവൻ വേണമെങ്കിൽ ആളുകൾ ഓടിക്കോ എന്നുള്ള മട്ടിൽ അകത്ത്. പുറത്തും ഇതേ തന്ത്രം. ഇതാണ് നമ്മൾ ഈ ദ്വിമുഖമായ യുദ്ധം എന്ന് പറയുന്നത്. രണ്ട് ദിശയിലേക്കുള്ള യുദ്ധമാണ്. ഒന്ന് അകത്തേക്കും ഒന്ന് പുറത്തേക്കുമാണ്. അതിലിപ്പോൾ ലെബനോൺ കേന്ദ്രീകരിച്ച് ഒന്ന് ഹിസ്ബുള്ളയെ പോലെ ഒരു ശക്തിക്ക് ലെബനോൺ പണ്ട് കൊടുത്തിരുന്ന പിന്തുണ ഇനി കൊടുത്താൽ അത് ഇസ്രായേലിൻ്റെ സുരക്ഷയെ വലിയ തോതിൽ ബാധിക്കും. കാരണം ഇപ്പോൾ ലോകത്ത് ആഭ്യന്തരമായി ഹമാസും പുറത്ത് ഹിസ്ബുള്ളയും മാത്രമാണ് ഇറാനെതിരായി പരസ്യമായ യുദ്ധം പ്രഖ്യാപിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലെബനോൺ ലക്ഷ്യമാക്കിയിട്ട് തീർച്ചയായിട്ടും ഇസ്രായേൽ വളരെ ആസൂത്രിതമായ നീക്കം നടക്കും. കരയുദ്ധം നടത്താൻ എളുപ്പമാണ്. കരയുദ്ധം അവർക്ക് വളരെ എളുപ്പമാണ്. ആകാശയുദ്ധം ഉണ്ടാവും. സൈബർ യുദ്ധം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത് വളരെ എക്സ്പേർട്സാണ്. അവർ തെളിയിച്ചു കഴിഞ്ഞു. പണ്ട് കാണാത്ത തരത്തിലുള്ള യുദ്ധങ്ങളാണ്. പണ്ട് നമ്മൾ കേട്ടിരുന്നത് രാസായുധം, ആണവായുധം ഒക്കെയാണല്ലോ. മിസൈലുകൾ, ഡ്രോണുകളൊക്കെ പിൽക്കാലത്ത് കേൾക്കാൻ തോന്നുന്ന ഡ്രോണുകൾ. ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ കേൾക്കുന്നത് ഈ സൈബർ വെപ്പൺസാണ്. ഒന്നാലോചിച്ച് നോക്കൂ, പേജർ പൊട്ടിത്തെറിക്കുക. ഒരു കമ്പനിയുടെ ഒരു രാജ്യത്തെ മുഴുവൻ മൊബൈൽ ഫോണുകളും എങ്ങനെ ഉണ്ടാവും എന്നാലോചിച്ച് നോക്കൂ. ഒരു രാജ്യത്തെ മുഴുവൻ മൊബൈൽ ഫോണുകളിലും ഒരു ഓപ്പറേഷനിലൂടെ ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടിത്തെറിക്കാൻ തീരുമാനിച്ചാൽ ഒരു രാജ്യം തകർക്കാൻ വേറെ എന്താ വേണ്ടത്? അപ്പോൾ ആ നൂതനമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള യുദ്ധമുറകൾ ഇസ്രായേൽ സ്വീകരിച്ചു വരികയാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇനി നേരിട്ടുള്ള യുദ്ധം തന്നെ ആവാനാണ് സാധ്യത. നേരിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നടത്തുന്ന ആയുധങ്ങളൊക്കെ അതിൻ്റെ സൂചന മാത്രമാണ്, വിദൂരത്ത് നിന്നുകൊണ്ട്. അപ്പോൾ നേർക്ക് നേരെ വന്നിട്ട് കരയുദ്ധത്തിലൂടെ ഈ സൈനിക നീക്കം നടത്തിയിട്ട് ഒരു കരയുദ്ധം പോലും എനിക്ക് തോന്നുന്നു ലെബനോൺ എന്ന രാജ്യം തന്നെ ഇപ്പോൾ യുദ്ധമുഖത്താണ്. ഇസ്രായേൽ ഏതു നേരത്തും അവരെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചുള്ളൊരു പോക്കാണ്. ആർക്കും അവർ ചെവി കൊടുക്കുന്നില്ല. ഒരു ലോകശക്തിക്ക്, UN അവർ ചെവി കൊടുക്കുന്നില്ല. ലോകത്തിലെ വൻകിട രാജ്യം ഒരു കാലത്ത് ഇസ്രായേലിനെ പിടിച്ചു നിൽക്കാൻ സഹായിച്ച, വലിയ പ്രതിസന്ധികളിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ചെടുത്ത, അക്കാലത്ത് സൈനികവും സാമ്പത്തികവുമായ സഹായം കൊടുത്ത അമേരിക്ക ഉൾപ്പെടെയുള്ള വൻകിട രാജ്യങ്ങളെപ്പോലും ഇപ്പോൾ ഇസ്രായേൽ ചെവിക്കൊള്ളുന്നില്ല. ഇസ്രായേൽ പറയുന്നത് ഇനി ഞങ്ങൾക്ക് വയ്യ, ഇനി ഞങ്ങളുടെ സുരക്ഷയാണ് പ്രശ്നം, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നാണ്. മാത്രമല്ല ഇസ്രായേലിന് പണ്ട് ലോകം നിർണയിച്ചു കൊടുത്ത അതിര് അവരെന്നോ ലംഘിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു പോക്കാണ്. ആ പോക്കിൽ ഏറ്റവും ഒടുവിലത്തെ അവരറിഞ്ഞാൽ അവർ ഇത്രത്തോളം ഇതിൻ്റെ പ്രത്യാഘാതം ഓർത്തിട്ടുണ്ടാവില്ല. പരമ്പരാഗതമായി ഇറാനുമായുള്ള ബന്ധം വെച്ച് ഹിസ്ബുള്ളക്ക് ഇവരുടെ അതിർത്തി പ്രദേശങ്ങളിൽ താവളം കൊടുത്തിരുന്നു, പണ്ടേ കൊടുത്തതാണ്. ആ കൊടുത്തു വന്നത് ഇങ്ങനൊരു പരിണതിയിലേക്ക് പോകുമെന്ന് അവരും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇനി ഹിസ്ബുള്ളയെ ലെബനോൺ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ, ഹിസ്ബുള്ളയെ പുറത്താക്കാൻ, സ്വന്തം മണ്ണിൽ നിന്ന് ഹിസ്ബുള്ളയെ പുറത്താക്കാൻ ലെബനോൺ തയ്യാറായില്ലെങ്കിൽ ലെബനോൺ എന്ന രാജ്യം തന്നെ പ്രതിസന്ധിയിലാവും. തീർച്ചയാണ്. ഫലസ്തീനുണ്ടായ അതേ അനുഭവം ലെബനോണിനും ഉണ്ടാവാനാണ് സാധ്യത. ലെബനോൺ സമാധാനപൂർവ്വം, താരതമ്യേന ലെബനോണിൻ്റെ ഒരു പ്രത്യേകത ഫ്രഞ്ച് കോളനിയൊക്കെ ആയിരുന്നല്ലോ അത്.
താരതമ്യേന ഫ്രഞ്ച് കോളനിയായിരുന്നു. മാത്രമല്ല ഈ ഇത്തരത്തിൽ അഗ്രസീവായ ഒരു ലൈനിലേക്ക് പോകാതെ നിന്നൊരു രാജ്യമാണ്. അപ്പോൾ അവരുടെ ഒരു നയപരമായ നീക്കം കൊണ്ട് വലിയ അപകടമില്ലാതെ പിടിച്ചു നിന്നൊരു രാജ്യമാണ്. ആ രാജ്യത്തിന് കടുത്ത നിലപാടെടുക്കാൻ നിർബന്ധിതരാകും. എനിക്ക് തോന്നുന്നു കരയുദ്ധം നടത്തുമെന്നൊരു നീക്കം എന്നൊരു സൂചന അവർ കൊടുക്കുന്നത്. ഞങ്ങൾ നേർക്ക് നേരെ ഞങ്ങളുടെ ട്രൂപ്പ്, ഇസ്രായേലി ട്രൂപ്പ് ലെബനോണിലേക്ക് മാർച്ച് ചെയ്യുമെന്ന് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ നിലപാടെടുക്കാൻ സമയമായി എന്നാണ്. അങ്ങനെ വന്നാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ കാണുന്നത് ഈ ഹിസ്ബുള്ളയെ നിലക്ക് നിർത്താനും പുറത്താക്കാനും ലെബനോൺ ഉത്തരവാദിത്തം വഹിച്ചോളും. അപ്പോൾ അവർക്ക് ആ സമയം കൊണ്ട് അത്രയും സമയം കൂടി ഇവിടെ ഹമാസിനും ഈ പലസ്തീൻ പോരാളികൾക്കും എതിരായിട്ട് ഊർജ്ജം ചെലവഴിക്കാൻ പറ്റും. വല്ലാത്ത സങ്കീർണമായൊരവസ്ഥയാണ് എനിക്ക് തോന്നുന്നു. എന്നാൽ വളരെ ക്ലിയറാണ് ഇപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന്. സാധാരണ രീതിയിൽ നമ്മൾ യുദ്ധങ്ങളെക്കുറിച്ച് അങ്ങനെയാണ് ആലോചിക്കുന്നത്. നാളെ എന്ത് സംഭവിക്കും, ആരൊക്കെ ഇതിനകത്ത് കക്ഷി ചേരും, ആരും വരാനില്ല. ഇസ്രായേലിന് വേണ്ടി ആരും വരേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളൊക്കെ നിങ്ങളുടെ പണി നോക്കിക്കോ, ഞങ്ങൾക്കറിയാം ഇനി ഞങ്ങളുടെ കാര്യം തീരുമാനിക്കാൻ. നിങ്ങളുടെയൊക്കെ സഹായം ആവശ്യമുള്ള നേരത്ത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, അതിന് നന്ദിയുണ്ട്, ഇപ്പോൾ നിങ്ങൾ ആവശ്യമില്ല എന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട്. അതേസമയത്ത് ഈ പലസ്തീനും ആ ബോധ്യമുണ്ട്, ഹമാസിനും ആ ബോധ്യമുണ്ട്, അവരെ സഹായിക്കാൻ ആരുമില്ല എന്ന ബോധ്യമുണ്ട്. കാരണം അതിന് അവരുടേതായ കാരണങ്ങളുണ്ട്. അറബ് ലോകത്തിന് അവരുടേതായ റീസൺസ് ഉണ്ട്, മാറിയ കാലത്തിന് അതിൻ്റെ കാര്യങ്ങളുണ്ട്. ഇസ്രായേൽ നേടിയ പുരോഗതിയിലും അവർ ലോകരാജ്യങ്ങളുമായിട്ടുണ്ടാക്കിയ നയതന്ത്ര ബന്ധത്തിൽ, വ്യാപാര ബന്ധത്തിൽ, ശാസ്ത്ര സാങ്കേതിക മികവിൽ, അതിനൊക്കെ സൈനികമായ ഉടമ്പടികൾ, കരാറുകൾ, അതിലൊക്കെ അവർ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ നേരിട്ട് ഇത് ആക്രമിച്ച് അങ്ങ് തീർക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതായത് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇസ്രായേൽ ഈ ലെബനനിലേക്ക് പ്രത്യേകിച്ച് ഹിസ്ബുള്ള നേതാക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആക്രമണം നടത്തുന്നു. എന്നിട്ട് അവിടുത്തെ സിവിലിയൻസിൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഇവിടുന്ന് മാറിപ്പോയ്ക്കോ, മെസ്സേജുകളായിട്ട് അല്ലെങ്കിൽ ലഘുലേഖകളായിട്ടൊക്കെ സന്ദേശമാണ്, ഹിസ്ബുള്ളയെ ആക്രമിക്കും. ഇതിൻ്റെ ഫലമായിട്ട് 3 ദിവസം കൊണ്ട് 600-നടുത്ത് ആളുകൾ കൊല്ലപ്പെട്ടു. ഇതിൽ കുറേ ഹിസ്ബുള്ളയുടെ ലീഡേഴ്സൊക്കെ ആയിരിക്കാം, കുറേ സിവിലിയൻസാണ്, കുട്ടികൾ, ഭാര്യമാർ, ഗർഭിണികളായ സ്ത്രീകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇവർ പറയുന്നത് ഈ വീടുകളിലൊക്കെ ഹിസ്ബുള്ള റോക്കറ്റും ലോഞ്ചറുകളുമൊക്കെ അടുക്കളയിലും സ്വീകരണ മുറിയിലും കൊണ്ട് സൂക്ഷിച്ചു വെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അതെല്ലാം ആയുധ സംഭരണശാലകളാക്കി മാറ്റും. അവിടേക്ക് ഇസ്രായേൽ ഇനിയും ആക്രമണം തുടർന്നാൽ മരണസംഖ്യ കൂടുകയല്ലേ ചെയ്യുക. മരണസംഖ്യ കൂടുന്നു മാത്രമല്ല, ആ രാജ്യം വലിയ തോതിലുള്ള അരാജകത്വത്തിലേക്ക് പോകും, വിനാശത്തിലേക്ക് പോകും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ലെബനോൺ എന്ന രാജ്യത്തിനകത്ത് ഒരു പക്ഷേ ലെബനോൺ ഭരണകൂടത്തിനുള്ളതിനേക്കാൾ ബെയ്റൂത്തിലെ ഭരണകൂടത്തിനുള്ളതിനേക്കാളും സ്വാധീനം ടെല്ലവീവിനുണ്ടാവും, ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണല്ലോ ആ രാജ്യത്തെ വീടുകൾക്കകത്ത് ഇവർക്ക് ആയുധപ്പുരകൾ തീർക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇസ്രായേൽ അത്രയേറെ മുന്നേറുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് തിരിച്ചറിയുക. ശരിയും തെറ്റും ഒക്കെ ഇനി അവരോട് ചോദിക്കാൻ നിന്നാൽ അത് കേൾക്കാൻ തയ്യാറല്ലാത്ത ഒരാളോട് നമ്മൾ എന്ത് പറയും? അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട് എന്ന് അപ്പോഴും നമ്മൾ ചേർത്ത്, ഞാൻ അങ്ങനെ തിരിച്ചറിയുന്ന ഒരാളാണ്. ഇസ്രായേൽ അങ്ങനെ കേൾക്കാതെ നിന്ന ഒരു കാലമല്ല, കേട്ടുകൊണ്ടിരുന്നൊരു കാലമുണ്ട്. അന്താരാഷ്ട്ര കരാറുകൾക്ക്, ലോകരാജ്യങ്ങൾക്ക്, ഈവൻ ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾക്ക് പോലും, ഉഭയകക്ഷി തലത്തിലുള്ള ചർച്ചകൾക്ക് അമേരിക്ക മുൻകൈയെടുത്ത ഒരുപാട് ഉഭയകക്ഷി ചർച്ചകൾ, കരാറുകൾ, ഇതൊക്കെ ഒരു ഭാഗത്ത് ഒരു കാലത്ത് പാലിക്കപ്പെടാതെ പോയത് പലസ്തീൻ പക്ഷത്താണ്. അത് നമ്മൾ കാണുന്നുണ്ട്. അതിന് ന്യായങ്ങളുണ്ടാവും, അവരുടെ കാരണങ്ങളുണ്ടാവും. അന്ന് പറഞ്ഞത് ഇപ്പോൾ ഓർമ്മയുണ്ടല്ലോ, ആ കാര്യകാലം നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്. അന്ന് പറയുന്നതിന് ന്യായം ഉണ്ടാവും. ഇപ്പോൾ ഒരു ഭൂമിശാസ്ത്രപരമായി എളുപ്പം ഒരു രാജ്യത്തിൻ്റെ ഏതാണ്ട് നടുവിലൂടെ ഒരു പുഴ പോകുമ്പോൾ ആ പുഴ ഒരു അതിർത്തിയായിട്ട് എടുക്കുകയാണല്ലോ നല്ലത്, വേലി കെട്ടിത്തിരിക്കുന്നതിനേക്കാൾ. ജോർഡാൻ റിവർ നദി എടുത്തപ്പോൾ പറഞ്ഞു ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ ഞങ്ങൾ കൂടുതലാണ്, അപ്പോൾ ഇസ്രായേലിൻ്റെ ഭൂമി അത്രയും എടുക്കാൻ പാടില്ല, അതും കൂടി കുറച്ചുകൂടി ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ ഫലം? എന്താ? ഉള്ള മണ്ണിൽ സമാധാനമായിട്ട് ജീവിക്കാമായിരുന്നു. അതിന് പകരം ഞങ്ങൾ ജനസംഖ്യാനുപാതികമായി ഞങ്ങൾക്ക് ഭൂമി പോരാന്ന് പറഞ്ഞപ്പോൾ ആ കരാറ് നടപ്പാകാതെ പോയി. അതുകൊണ്ട് എന്താ ഉണ്ടായത്? ഇസ്രായേൽ എന്ന രാജ്യത്തെ ലോകം അംഗീകരിച്ചപ്പോൾ പലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിച്ചില്ല. ഞങ്ങൾ പലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കണമെങ്കിൽ ഇസ്രായേലിനെ പലസ്തീൻ അംഗീകരിക്കണം. ഉഭയകക്ഷിയാകുമ്പോൾ അങ്ങനെയല്ല, അത് അംഗീകരിച്ചില്ല. അതുകൊണ്ട് ഇസ്രായേലിനെ എല്ലാവരും അംഗീകരിച്ചു. ഇസ്രായേൽ ആ രാജ്യനിർമ്മാണ പ്രക്രിയയായിട്ട് മുന്നോട്ട് പോയി, അതിവേഗം വളർന്നു. പലസ്തീൻ എന്ന രാജ്യം പോലും ഇല്ലാതെ പോയി. അവർക്ക് അതിർത്തിയില്ല, സേനയില്ല, പട്ടാളമില്ല, ഗവൺമെൻറ് ഇല്ല. ഒരു ലോക്കൽ പലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ലോക്കൽ ബോഡിയാണ്. അതിലേക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കാം. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉണ്ടായത്, തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒടുവിലത്തെ ഒരു പരിണതി എന്താ? ഇവിടെ ഹമാസും ഫത്തഹും തമ്മിൽ, ഫത്തഹ് എന്ന് പറയുന്നത് PLOയിൽ നിന്നുണ്ടായ യാസർ അറഫാത്തിൻ്റെ
പഴയ പാർട്ടിയിൽ നിന്നുണ്ടായ കുറെ കൂടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടരാണ് ഫത്താഹും ഹമാസും തമ്മിൽ മത്സരം നടന്നു. 2 പ്രവിശ്യയിൽ 2 കൂട്ടർ ജയിച്ചു. പിന്നെ അവർ തമ്മിലായ യുദ്ധം. ഇതൊക്കെയാണ് ചിത്രം. ഈ ചിത്രമൊന്നും കാണാതെ നമ്മൾ ഇസ്രായേൽ പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമില്ല. പക്ഷേ ഇപ്പോൾ ഇസ്രായേലിനോട് കളിക്കാൻ പരോക്ഷമായിട്ടാണെങ്കിലും ധൈര്യം കാണിച്ചത് ലെബനോണാണ്. ലെബനോൺ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് വേണം നമുക്ക് പറയാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം ഇസ്രായേലിനോട് ഇപ്പം മുട്ടാൻ ഉള്ള ശേഷിയൊന്നും ലെബനോണില്ല. അതെല്ലാവർക്കും അറിയാം. ലെബനോൺ അല്ലെങ്കിലും സൈനിക ശക്തി കൊണ്ട് നിന്നൊരു രാജ്യമല്ല, ഡിപ്ലോമസി കൊണ്ടും ആളുകളോട് മാന്യമായി പെരുമാറുന്നത് കൊണ്ടും ലെബനോണിൻ്റെ ഒരു പ്രത്യേകത ലോക രാഷ്ട്രീയത്തിൽ കാര്യമായി ഇടപെടാതെ, ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഇഷ്യൂസിലൊന്നും ഇടപെടാതെ, യുദ്ധങ്ങളിൽ ഇടപെടാതെ, ഈ ചേരികളിലൊന്നും കാര്യമായി, കാരണം അതിനുള്ള ശേഷിയില്ല. അവർ ലോകം മുഴുവൻ നടന്ന് ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നത്. ലെബനീസിനെ എൻ്റെ കുറേ സുഹൃത്തുക്കൾ, ഒരുപാട് പരിചയക്കാർക്ക് ഗൾഫിൽ പോയാൽ ഒരുപാട് പേരുണ്ട്. എല്ലാ കമ്പനിയിലും ലെബനീസ് ഉണ്ട്. മാന്യന്മാരാണ്. അവർക്ക് ജീവിക്കാൻ നന്നായിട്ട് അറിയാം, പെരുമാറാൻ അറിയാം, 2 ഭാഷ അറിയാം, ഫ്രഞ്ചും ഇംഗ്ലീഷും നന്നായിട്ട് അറിയാം. അറബ് അവരുടെ സ്വന്തം ഭാഷയാണ്. അതുകൊണ്ട് ലോകം മുഴുവൻ അവരുണ്ട്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ സുരക്ഷ കൂടിയാണ് ഇപ്പോൾ അപകടത്തിലായിരിക്കുന്നത്. ഒരു കാര്യം തീർച്ചയാണ്, ഇത്തരക്കാരെ പോറ്റിയാൽ ഈ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയായാലും, ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. ആരാണ് അൽഖായിദയെ പോറ്റിയത്? അമേരിക്കയാണ് പോറ്റിയത്. തിരിച്ചടി കിട്ടിയത് അവർക്ക് തന്നെ കിട്ടി. അവരുടെ നെഞ്ചത്തേക്ക് വരുമ്പോൾ ലോകം മുഴുവൻ ഇവനെ വേട്ടയാടാൻ വേണ്ടി ആക്രമിക്കേണ്ടി വരും. അതാണ് അമേരിക്ക ഈ ആൻറ്റി ടെററിസ്റ്റ് വാർ നടത്തേണ്ടി വന്നത്, ഭീകരവിരുദ്ധ യുദ്ധം നയിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇത്തരം മനുഷ്യവിരുദ്ധ ശക്തികളെ കേവലം വികാരത്തിൻ്റെ പുറത്ത് മനുഷ്യത്വം കളഞ്ഞു കുളിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ ശക്തികളെയും, അത് പ്രത്യേകിച്ച് മതതീവ്രവാദ ശക്തികളെ ആര് വളർത്തിയെടുത്താലും അതാദ്യം അടിക്കുന്ന അവൻ്റെ നെഞ്ചത്തായിരിക്കും. അമേരിക്കയാണ് പരിശീലനം കൊടുത്തത്. മുഴുവൻ കമാൻഡോസിനും അമേരിക്ക പരിശീലനം കൊടുത്ത്. എന്തിന്? സോവിയറ്റ് യൂണിയനിലേക്ക് പറഞ്ഞേക്കാൻ. എന്തിന്? ഈ അഫ്ഗാനിസ്ഥാനെ സോവിയറ്റ് യൂണിയൻ ആക്രമിച്ചതാണ് ഡോക്ടർ നജീബുള്ളയുടെ കാലത്ത്. ആക്രമിക്കുകയല്ല, അവരുടെ ഒരു അധിനിവേശം ഉണ്ടായിരുന്നു, അവരുടെ ശക്തി ഉണ്ടായിരുന്നു. അപ്പോൾ നജീബുള്ളയെ ശരിപ്പെടുത്താൻ, അതുവഴി സോവിയറ്റ് യൂണിയനെ തകർക്കാൻ ഏത് ആയുധം പ്രയോഗിച്ചാലും, ഏത് മാരകമായ ആയുധം പ്രയോഗിച്ചാലും ഇത്തരം ഭീകരമായ ആയുധം പ്രയോഗിക്കരുത്. അവർ ഭീകരതയെ വളർത്തിയെടുത്തു. ഇസ്ലാമിക തീവ്രവാദികളെ അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചു. ഒസാമ ബിൻ ലാദൻ അവിടെ എത്തി. അവർക്ക് വേണ്ട മുഴുവൻ പരിശീലനവും കൊടുത്ത അമേരിക്കയിൽ നിന്നാണ്. അത് അവസാനം അമേരിക്ക തന്നെ. അപ്പോൾ ഇവർക്കറിയാം, ഓർക്കേണ്ടിയിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്ക് തന്നെ തിരിച്ചടിക്കും. കാരണം ഈ ലോകത്തിലെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഏറ്റവും ആദ്യത്തെ ശത്രു വന്ന അമേരിക്കയായിരുന്നു. അത് സോവിയറ്റ് യൂണിയനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു, അവർ മതവിരുദ്ധരാണ് എന്ന് ആക്കി തീർക്കുന്നതിൽ അന്ന് അമേരിക്ക വിജയിച്ചു. താൽക്കാലികമായിരുന്നു അത്. സോവിയറ്റ് യൂണിയനെ വിട്ട് അമേരിക്കയുടെ നേരെ വന്നു. ഇത് തന്നെ സംഭവിക്കാം. അതുകൊണ്ട് ഹമാസിനെ വളർത്തുമ്പോഴും ഹിസ്ബുള്ളയെ വളർത്തുമ്പോഴും ഹൂത്തികളെ വളർത്തുമ്പോഴും അതുകൊണ്ട് താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവർ തന്നെ അത് അനുഭവിക്കും. അതാണ് ലെബനോണിൻ്റെയും ഒരു പാഠം. എന്തായാലും ഇസ്രായേൽ കരയുദ്ധമാണ് നടത്താൻ പോകുന്നതെങ്കിൽ നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.